ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-2 അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം. ദാവീദിന്റെ മകനായ യോസെഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. തിക്തമായ ജീവിത അനുഭവങ്ങൾ ഏതു മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഇരുളടഞ്ഞ അധ്യായങ്ങളാണ്. ആ ഇരുളിൽ പ്രകാശത്തിന്റെ പ്രഭ വിതറുവാൻ നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ് യോസെഫ്. വേദപുസ്തകത്തിൽ 15ഓളം പേർക്കാണ് യോസെഫ് എന്ന പേര് ഉള്ളത്. ദൈവം വർദ്ധിപ്പിക്കട്ടെ എന്നാണ് യോസെഫ് എന്ന പേരിന്റെ അർത്ഥം. ഇന്ന് നാം ചിന്തിക്കുന്നത് കന്യകാമറിയാമിന്റെ ഭർത്താവും യേശുവിന്റെ പിതാവുമായ യോസെഫിനെ കുറിച്ചാണ്. സങ്കീർണമായ ഒരു ചരിത്ര സംഭവത്തിനും സംഘർഷഭരിതമായ ഒരു ജീവിത മുഹൂർത്തത്തിനും സാക്ഷ്യം വഹിച്ച വ്യക്തിയായിരുന്നു യോസെഫ്. യോസെഫിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, വികാരങ്ങളെ പവിത്രീകരിക്കുന്ന യോസെഫ്. വിശുദ്ധ മത്തായിയുടെ വിവരണമനുസരിച്ച് പിൽക്കാലത്ത് നസറേത്തിൽ വാസമുറപ്പിച്ച ബെത്ലഹേമ്യനായ മരപ്പണിക്കാരനാണ് യോസെഫ് എന്ന് കാണുന്നു. എന്നാൽ വിശുദ്ധ ലൂക്കോസിന്റെ വിവരണത്തിൽ നസറേത്തിൽ നിന്ന് ജനസംഖ്യ കണക്കെടുപ്പിൽ പങ്കുകൊള്ളുവാൻ ബെത്ലഹേമിലേക്ക് പോയ ഒരു വ്യക്തിയാണ് എന്നും കാണുന്നുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തോട് നമ്മൾ മനസ്സ്, ചിന്ത, ശരീരം എന്നിവ ചേർന്ന് കാണിക്കുന്ന പ്രതികരണങ്ങളാണ് വികാരങ്ങൾ. വികാരങ്ങൾ നല്ലതോ ചീത്തയോ എന്നതല്ല, മറിച്ച് നമ്മൾ മനുഷ്യരാണ് എന്നതിൻ്റെ അടയാളമാണ്. എന്നാൽ ഈ വികാരങ്ങളിൽ നിന്ന് നാം എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മെ ശ്രദ്ധേയരാക്കുന്നത്. യോസെഫ് തൻ്റെ വികാരങ്ങളെ പവിത്രീകരിക്കുന്നു. തൻ്റെ ഹൃദയത്തിലാകമാനം കൊടുങ്കാറ്റ് ആർത്തിരമ്പുമ്പോഴും യോസെഫ് വേറിട്ട് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇവിടെ യോസെഫ് പ്രാധാന്യം നൽകുന്നത് മറിയയുടെ നിരപരാധിത്വത്തിനാണ്. യോസെഫ് എന്ന മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആഴവും പരപ്പും നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. കല്ലെറിഞ്ഞുള്ള കൊലപാതകത്തിൽ നിന്നും മറിയയുടെ ജീവനോ സൽപ്പേരിനോ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മറിയയ്ക്ക് നിഴലായി നിൽക്കുന്നു. ഒരു പക്ഷേ തീവ്ര വികാരത്തിൽ അടിമപ്പെട്ട് ഒരു ഘാതകൻ ആയി തീരേണ്ട യോസെഫ് മറിയയുടെ കാവലാളായിട്ട് ഇവിടെ തീരുന്നു. അത്തരത്തിൽ തൻ്റെ വികാരങ്ങളെ പവിത്രീകരിക്കുവാൻ യോസെഫിന് സാധിച്ചു. രണ്ടാമതായിട്ട്, സംവാദങ്ങളെ സംഭവങ്ങളാക്കുന്ന യോസെഫ്. ദാവീദിന്റെ മകനായ യോസെഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട എന്ന ദൈവദൂതന്റെ വാക്കുകൾ അതേപടി സ്വീകരിക്കുന്ന ഒരു യോസെഫിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. മാത്രമല്ല, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ വീണ്ടും ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനാകുന്നു. ശിശുവിനെയും അമ്മയെയും കൂട്ടി മിസ്രൈമിലേക്ക് പോകുവാനായിട്ട് പറയുന്നു. അവിടെയും അനുസരിക്കുന്ന ഒരു യോസെഫിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ അവസരങ്ങളെ യോസെഫ് ദൈവദൂതനുമായുള്ള സംവാദങ്ങളാക്കി മാറ്റിയിരുന്നുവെങ്കിൽ ഈ മഹത് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഒരുപക്ഷെ ആകുമായിരുന്നില്ല. ഇതാണ് ദൈവിക തീരുമാനമെങ്കിൽ ഏത് ഭോഷത്വവും സ്വീകരിക്കുവാൻ തയ്യാറായിട്ട് ഇറങ്ങുന്ന യോസെഫിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ ഭാഗങ്ങളിലൊന്നും സംസാരിക്കുന്ന ഒരു യോസെഫിനെ നാം കാണുന്നില്ല. അങ്ങനെയെങ്കിൽ യോസെഫിൻ്റെ നിദ്രകൾ ധ്യാനപൂർവമായ സംവാദങ്ങൾ തന്നെ ആയിരുന്നു. ഇത്തരത്തിൽ വേറിട്ടവനായി നിലകൊള്ളുവാൻ യോസെഫിന് സാധിച്ചു. അതിലൂടെ ലോകരക്ഷകന്റെ സംരക്ഷകനാകുവാനും യോസെഫിന് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവനാമത്തിൽ ആരംഭിക്കപ്പെട്ട പവിത്രമായ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയല്ലേ? മനുഷ്യനെ മനുഷ്യനായി നിലനിർത്തേണ്ട ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളായി മാറുമ്പോൾ നമുക്ക് യോസെഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. അങ്ങനെ നമ്മുടെ വികാരങ്ങളെ പവിത്രീകരിക്കുവാനും നമ്മുടെ നിദ്ര അവസരങ്ങൾ മാത്രമല്ല എല്ലാ നിമിഷങ്ങളും ധ്യാനപൂർവമാകുവാനും ദൈവഹിതത്തിന് വിധേയപ്പെടുവാനും ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അവിടുത്തെ ദിവ്യ സന്ദേശങ്ങളുടെ പൊരുൾ പ്രാർത്ഥനാ നിർഭരമായ ധ്യാനങ്ങളിലൂടെ കണ്ടെത്തുവാനും അറിഞ്ഞ സത്യത്തെ അനുസരിപ്പാനും ഞങ്ങൾക്ക് കൃപ ഏകണമേ. ആമേൻ.